24 ഇന്റലിജൻസ് രാഷ്ട്രീയ രഹസ്യങ്ങളുടെ പൂട്ടു തുറക്കുന്ന ഒരു താക്കോൽ. എല്ലാ രാഷ്ട്രീയ വർത്തമാനങ്ങളും ഉപശാലകളിലാണ് രൂപം കൊള്ളുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിലാണ് അവ വാർത്തയാകുന്നത്. ഉപശാലകളിൽ രൂപം കൊള്ളുന്ന രാഷ്ട്രീയ വർത്തമാനങ്ങളാണ് 24 ഇന്റലിജൻസ് പുറത്തുവിടുന്നത്. 24 ഇന്റലിജൻസ് ഇന്ന് ആദ്യം തുറക്കുന്നത് ഇന്ദിരാഭവന്റെ രാഷ്ട്രീയ രഹസ്യ അറകളാണ്. മുൻ മുഖ്യമന്ത്രിയും AICC ജനറൽ സെക്രട്ടറിയുമായ ഉമ്മൻചാണ്ടി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നായിരിക്കും ഉമ്മൻചാണ്ടി ജനവിധി തേടുക. ഇതിനു മുന്നോടിയായി ഉമ്മൻചാണ്ടി ഇടുക്കിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരുമായി സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഈ മാസം 20-ന് കട്ടപ്പനയിൽ ഉമ്മൻചാണ്ടി നേരിട്ട് നേതാക്കന്മാരുടെ വിപുലമായ യോഗം വിളിച്ചിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും ജനപ്രതിനിധികളെയും ഈ യോഗത്തിലേക്ക് ഉമ്മൻചാണ്ടി ക്ഷണിച്ചു കഴിഞ്ഞു. നിലവിൽ A ഗ്രൂപ്പിന്റെ മണ്ഡലമാണ് ഇടുക്കി. ഉമ്മൻചാണ്ടി അവിടെ മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ മറ്റെല്ലാ നേതാക്കന്മാരും അവരുടെ അവകാശവാദങ്ങൾ ഒഴിഞ്ഞ് മാറി നിൽക്കാമെന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി കൈവശം വച്ചിരിക്കുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഉമ്മൻചാണ്ടിയിലൂടെ കഴിയുമെന്ന് തന്നെയാണ് UDF നേതൃത്വം ഇപ്പോൾ കരുതുന്നത്. കോട്ടയത്തെ കേരള കോൺഗ്രസ് ആസ്ഥാനത്തും ഒരു രഹസ്യ രാഷ്ട്രീയ ലോക്കറുണ്ട്. KM മാണിക്കും മകൻ ജോസ് കെ മാണിക്കും മാത്രം അറിയാവുന്ന ഒരു രാഷ്ട്രീയ ലോക്കർ. ആ ലോക്കറിന്റെ പൂട്ടും 24 ഇന്റലിജൻസ് തുറന്നു. കേരള കോൺഗ്രസിന് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥി വേണം. KM മാണിയോടും രാജ്യസഭാംഗമായ മകൻ ജോസ് കെ മാണിയോടും പൂർണ്ണ വിധേയത്വം പ്രഖ്യാപിക്കുന്ന ആളായിരിക്കണം ആ സ്ഥാനാർത്ഥി. ആ അന്വേഷണം ഒടുവിൽ ചെന്നെത്തി നിൽക്കുന്നത് 2 വിരമിച്ച ന്യായാധിപന്മാരിലാണ്. അവരിൽ ഒരാളുമായി KM മാണിയുടെ ദൂതന്മാർ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. പാതി മനസ്സറിയിച്ച അദ്ദേഹത്തെ ഇനി KM മാണി നേരിൽ കാണും. ഇപ്പോഴത്തെ നിലയിൽ 2-ലെ ചിഹ്നത്തിൽ കോട്ടയത്ത് ഒരു റിട്ടയർഡ് ജസ്റ്റിസ് മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. CPIMന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും 24 ഇന്റലിജൻസ് ശേഖരിച്ച ചില രഹസ്യ വിവരങ്ങളാണ് ഇനി. സിറ്റിംഗ് MP രാജേഷിന് പാലക്കാട് സീറ്റ് നൽകുന്ന കാര്യത്തിൽ CPIMൽ രണ്ടഭിപ്രായമുണ്ട്. ഈ രണ്ടഭിപ്രായത്തിന് ഒരു കാരണമുണ്ട്. PK ശശിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ MP രാജേഷ് പാർട്ടിയിൽ സ്വീകരിച്ച നിലപാടുകളാണ് അദ്ദേഹത്തിന് സീറ്റ് നൽകേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഒരു പ്രബല വിഭാഗത്തെ കൊണ്ടുചെന്നെത്തിച്ചത്. രാജേഷിനു പകരം ശശിയുടെ അനുയായിയായ ഒരു DYFI നേതാവിന്റെ പേര് പാലക്കാട്ട് ഉയർന്നു വരുന്നുണ്ട്.
രാജേഷാണ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൽ ഒരു എതിരാളി ഉണ്ടാകും. രാജേഷ് അല്ല മത്സരിക്കുന്നതെങ്കിൽ ആ പുതിയ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിലുള്ള എതിരാളി ഷാഫി പറമ്പിൽ MLA ആയിരിക്കും. ഇതാണ് 24 ഇന്റലിജൻസ് DCC ഓഫീസിൽ നിന്നും ശേഖരിച്ച രഹസ്യവിവരം. മിസോറാം രാജ്ഭവനിലേക്ക് കേരളത്തിൽ നിന്നയച്ച ചില രഹസ്യ രാഷ്ട്രീയ സന്ദേശങ്ങൾ 24 ഇന്റലിജൻസ് പിടിച്ചെടുത്തു. RSSന്റെ ദേശീയ സമിതി അംഗം S. സേതുമാധവൻ കുമ്മനം രാജശേഖരൻ അയച്ച രഹസ്യ സന്ദേശങ്ങളാണ് 24 ഇന്റലിജൻസിന് ലഭിച്ചത്. കേരളത്തിലേക്ക് തിരികെ വന്ന് BJPയുടെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് സേതുമാധവൻ കുമ്മനം രാജശേഖരനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ RSS നേതൃത്വം ഒന്നാകെ ദേശീയ നേതൃത്വത്തോട് ഈ ആവശ്യം ഉന്നയിച്ച് കത്തയച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാം കേന്ദ്രം തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് കുമ്മനം രാജശേഖരൻ സ്വീകരിച്ചിരിക്കുന്നത്. ശബരിമല സമരം നയിക്കാൻ കുമ്മനം രാജശേഖരൻ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി നന്നാകുമായിരുന്നു എന്നാണ് വി. മുരളീധര പക്ഷത്തെ നേതാക്കന്മാർ പോലും ഇപ്പോൾ അടക്കം പറയുന്നത്. അതേസമയം തിരുവനന്തപുരത്ത് BJP നടത്തുന്ന സമരപരിപാടികൾ തുടരാൻ തന്നെയാണ് സാധ്യത. ഒരു പക്ഷേ അടുത്ത ആഴ്ചകളിൽ അത് കുറെ കൂടി അക്രമാസക്തമായേക്കും. കാരണം മറ്റൊന്നുമല്ല, സമരം തീർക്കാൻ ഒന്നും ചെയ്യേണ്ട എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. ഇത് തെല്ലൊന്നുമല്ല BJPയെ ബുദ്ധിമുട്ടിക്കുക. BDJS NDA വിടാനൊരുങ്ങുന്നു എന്നാണ് 24 ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരം. ഇപ്പോഴത്തെ നിലയിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് NDAയിൽ നിന്നും തുഷാർ വെള്ളാപ്പള്ളി പുറത്തു ചാടും. LDFും UDFുമായി ഒരേ സമയം തുഷാർ വെള്ളാപ്പള്ളി ചർച്ചകൾ നടത്തുകയാണ്. BDJSനെ ഇടതുമുന്നണിയിലെത്തിക്കാൻ മറ്റാരുമല്ല ശ്രമിക്കുന്നത്, അത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. നേരത്തെ തുഷാറിനെയും BDJSനെയും മുന്നണിയിൽ വേണ്ടെന്ന് പറഞ്ഞ ഇടതുപക്ഷ നേതാക്കളിൽ പലരും ഇപ്പോൾ നിലപാട് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ BDJS അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയിൽ ഉണ്ടാവില്ല. എങ്ങനെയും തുഷാർ വെള്ളാപ്പള്ളിയെ ഇടതുപാളയത്തിലെത്തിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. BJP മുന്നണിയിൽ നിന്ന് പുറത്തു ചാടാൻ കാരണമനുസരിച്ച് നടക്കുകയാണ് തുഷാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ BDJSും. യതീഷ് ചന്ദ്ര IPSും BJP നേതാക്കളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ ശ്രമം നടക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് 24 ഇന്റലിജൻസ് ഇനി പുറത്തുവിടുന്നത്. കേരളത്തിന് പുറത്തുള്ള ചില സംഘപരിവാർ നേതാക്കന്മാരാണ് ഈ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. യതീഷ് ചന്ദ്രയ്ക്ക്
കേരളത്തിന് പുറത്ത് സംഘപരിവാർ നേതാക്കന്മാരുമായി നല്ല ബന്ധമാണ്. ഇത് ഉപയോഗപ്പെടുത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഇപ്പോൾ ശ്രമം തുടരുന്നത്. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെ നിലയ്ക്കലിൽ തടഞ്ഞതോടെ ഉണ്ടായ വിവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ BJP നേതാക്കൾക്കും യതീഷ് ചന്ദ്രയ്ക്കും ഇപ്പോൾ താല്പര്യമില്ല. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ ആ വഴി നോക്കാൻ തന്നെയാണ് യതീഷ് ചന്ദ്രയ്ക്കും കിട്ടിയിരിക്കുന്ന ഉപദേശം. BJP നേതാക്കന്മാർക്കും ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമില്ല. പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പുതുവൈപ്പിനിൽ നിർമ്മിക്കുന്ന പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത മാസം പകുതിയോടെ പുനരാരംഭിക്കാൻ കമ്പനി തീരുമാനിച്ചു. ഇതിന്റെ വിശദാംശങ്ങൾ 24 ഇന്റലിജൻസിന് ലഭിച്ചു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോലീസിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും. സമരക്കാരെ കർശനമായി നേരിടാനാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. കൊച്ചി സിറ്റി പോലീസിന് രേഖാമൂലം തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ജനുവരി പകുതിക്ക് ശേഷം പുതുവൈപ്പിനിലെ ടെർമിനലിനെതിരെ ഉണ്ടാകുന്ന സമരങ്ങളെ ഒരുപക്ഷെ അടിച്ചമർത്തിയേക്കും. വൻകിട വികസന പദ്ധതികൾക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ പുതുവൈപ്പിനിലെ സമരം വീണ്ടും സംഘർഷഭരിതമാകും. ഇന്റലിജൻസ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ സാധ്യതകൾ തുടർന്നും വിശകലനം ചെയ്തുകൊണ്ടിരിക്കും. അധികാര വഴിയിലെ വിശുദ്ധ രഹസ്യങ്ങളെ 24 ഇന്റലിജൻസിന്റെ ചാരക്കണ്ണുകൾ പിന്തുടർന്നുകൊണ്ടിരിക്കും. This is 24.